നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പൊതുവെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ഇടവക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 7-ലും 8-ലുമായിട്ടാണ്. 15-ാം തീയതി വരെയാണ് 7-ൽ, അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക, വഴി നടക്കൽ, അലച്ചിലുണ്ടാവുക. 8-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിച്ചുവല്ലോ. ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണ്, അല്ലേ? അപ്പോൾ ഒരു പരിധിവരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 15-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മോശഫലങ്ങളെല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശം ഫലങ്ങളൊന്നും നമ്മളിലേക്ക് വരാതെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 3-ലാണ് ചൊവ്വ. 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് 3-ൽ നിൽക്കുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചൊവ്വയെ കൊണ്ടാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേർന്ന് നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുക. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലാഭം വന്നു ചേരുക. കൃഷിയിൽ നിന്ന് വളരെ നല്ല ഫലത്തെയാണ് 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. കലഹം വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ജന്മത്തിലാണല്ലോ വ്യാഴം. പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര നല്ല ഫലമല്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധി തോന്നാത്തൊരു കാലമാണത്. ബുദ്ധി മാന്ദ്യം വന്നു ചേരുക. ഇപ്പോൾ തോന്നേണ്ടതായിട്ടുള്ള ആ നല്ല ബുദ്ധി പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ വിചാരിക്കാതെ പലരോട് കലഹം വന്നു ചേരുക. ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല. ബുധനെ കൊണ്ടും കലഹത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ആ കലഹം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തിന് കുറച്ച് ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ജോലി സംബന്ധമായിട്ടൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ വന്നു ചേരുന്നൊരു ഫലത്തെയും ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും പറയുന്നതായിട്ടുള്ള ഈ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടത്. ഞാൻ പൊതുവെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം. നാമം ജപിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. അപ്പോൾ ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും പറയുന്നതായിട്ടുള്ള ഈ മോശഫലങ്ങൾ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നത് ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് വർദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, അംഗീകാരങ്ങൾ വന്നു ചേരുക. 9-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുറച്ച് കാലമായിട്ട് തന്നെ 10-ലാണ് ശനി. വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ശനൈശ്വര എന്ന നാമം ജപിക്കുക. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ
ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628-220-1872 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628-220-1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.